ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുതന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് കരുതുന്നു. നോക്കൂ, നമ്മുടെ ഓർക്കിഡുകൾ നിറയെ മുട്ടോടുകൂടിയും പൂവോടുകൂടിയും ആണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതിന് കാരണം നമ്മൾ വേനൽക്കാലത്ത് വളരെ നല്ല രീതിയിൽ ജൈവവളങ്ങൾ ഈ ഓർക്കിഡ് ചെടികൾ പൂക്കുന്നതിനും അതുപോലെ തന്നെ അവയുടെ വളർച്ചയ്ക്കും വേണ്ടി നല്ല ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ വളപ്രയോഗ രീതികൾ മാറ്റേണ്ട സമയമാണ്. കാരണം ജൈവവളങ്ങൾ പലപ്പോഴും ഓർക്കിഡിൻ്റെ മഴക്കാലത്ത് ഓർക്കിഡുകളിൽ കീടബാധ കൂട്ടുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവവളങ്ങൾക്ക് പകരം രാസവളങ്ങളിലോട്ട് തിരിയേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ NPK, നമ്മുടെ ഒരു അനുഭവത്തിൽ NPK 19-19-19 മഴക്കാലത്ത് വളരെ നല്ല ഫലങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കിഡുകൾ മഴയും വെയിലും ഇടകലർന്ന ട്രോപ്പിക്കൽ കാലാവസ്ഥ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയാറില്ലേ, അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ പെയ്യുന്ന ഈ കനത്ത മഴ പലപ്പോഴും ഓർക്കിഡ് ചെടികളിൽ കീട രോഗബാധകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗസ് രോഗങ്ങളാണ് ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായിട്ട് ഓർക്കിഡ് ചെടികളിൽ കാണപ്പെടുന്നത്. ഇവയുടെ നിയന്ത്രണത്തിനായിട്ട് സാഫ്, ഇൻഡോഫിൽ തുടങ്ങിയ ആൻറ്റിഫംഗൽ സംയുക്തങ്ങൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഓർക്കിഡുകളെ മഴക്കാലത്ത് ബാധിക്കുന്ന അധിക കീടബാധകൾ പലപ്പോഴും നമ്മൾ മത്തൻ വണ്ടുകൾ എന്നറിയപ്പെടുന്ന പംകിൻ ബീറ്റിൽ എന്ന് പറയുന്ന കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലായിട്ട് ഈ ഒരു കാലാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഇവയുടെ നിയന്ത്രണത്തിനായിട്ട് ബ്യുവേറിയ ബാസിയാന, അതുപോലെ തന്നെ സ്യൂഡോമോണാസ് തുടങ്ങിയ ജൈവ സംയുക്തങ്ങൾ, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നത്, ഒരു കൃത്യമായ ഇടവേളകളിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വളരെ നല്ല പൂക്കൾ ലഭിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും NPK 19-19-19 നേർപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് അത്യുത്തമമാണ്. നോക്കൂ, നമുക്ക് ധാരാളം പൂക്കൾ, ഇതെല്ലാം ഈ വേനൽക്കാലത്തെ കൃത്യമായ വളപ്രയോഗം കൊണ്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു കാലാവസ്ഥയിലും ഈ മഴക്കാലത്ത് പോലും നമുക്ക് നല്ല പൂക്കൾ ലഭിക്കാനായിട്ട് കൃത്യമായ വളപ്രയോഗവും കൃത്യമായ രാസകീട നിയന്ത്രണവും ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ഗാർഡനിൽ മൊട്ടുകളോട് കൂടിയ ചെടികളും അതുപോലെ തന്നെ സീഡ്ലിങ്സ്, വളരെ ചെറിയ സീഡ്ലിങ്സും ധാരാളമായി അവൈലബിളാണ്. താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.